ഹിന്ദുക്കളെ പറ്റിച്ച് ഹിന്ദുക്കൾക്ക് മനസ്സിലായി ഇത് പറ്റിപ്പാണെന്നുള്ളത്. അതുകൊണ്ട് ഇനി യോഗിജിക്ക് മനസ്സിലായി 5 മാസം കഴിഞ്ഞാൽ UP-യിൽ ഇലക്ഷൻ വരികയാണ്, നമ്മളെ സംസ്ഥാനത്ത് ഇലക്ഷൻ വരികയാണ്. അതുകൊണ്ട് ഇനി മുസ്ലിങ്ങളെ കൂടി പറ്റിക്കുക. കാരണം എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ ആവശ്യം മുസ്ലിങ്ങളെയാണ്. കാരണം കുറച്ച് മുസ്ലിങ്ങളെ കൂടി പറ്റിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ എന്ന്. അതിനാണിപ്പം ഈ മൊഫ്ത അണിഞ്ഞ, പിന്നെ ഈ ജുബക്ക് അണിഞ്ഞ, ഒക്കെ മുഖമൂടി അണിഞ്ഞ് മേപ്പെട്ട് കയറ്റി വെച്ച ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ കുട്ടിനെ വാങ്ങി ഒക്കത്തി വെച്ച് ഭക്ഷണം കുത്തിത്തിരിക്കി കൊടുക്കുന്ന രീതി നമ്മൾ കണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഹിന്ദുക്കളെ പറ്റിച്ച് രാമക്ഷേത്രത്തിലും മറ്റുള്ള ക്ഷേത്രങ്ങളിലും കൊള്ളയടിക്കൽ നടന്നപ്പോൾ ഹിന്ദുക്കൾക്ക് യോഗിജിനോടുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട്, യോഗിജിനോട് മാത്രമല്ല നഷ്ടപ്പെട്ട്, നമ്മളെ മോദിജിനോട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അമിത്ഷാജിനോട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരോടൊക്കെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് ഇനി വിശ്വാസം നേടിയെടുക്കാൻ കുറച്ച് മുസ്ലിങ്ങളെയും കൂടി പിടിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള പരിപാടി എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിന്റെ ഹിജാബ് ഭയങ്കര എതിർപ്പുള്ള ആളുകളായിരുന്നു വരും. ഹിജാബ് ഇട്ടാൽ വലിയ പ്രശ്നങ്ങളുള്ള ആളുകളായിരുന്നു. ആ ആളുകളാണ് ഹിജാബ് ഇട്ട ആൾക്കാരെ അടുത്ത് കൊണ്ടുപോയി വെച്ച് അവരെ കുട്ടിയെ ഒക്കത്തും വെച്ചിട്ട് നേരെ സ്പൂൺ കൊണ്ട് കോരി കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കണം രാജ്യം പോയ പോലെ. ഈ കാലം ഓരോന്നിനും സാക്ഷി പറയും എന്ന് പറഞ്ഞാൽ വെറുതെല്ലാന്ന്. ഇതൊക്കെ തന്നെയാണ് കാരണം ഹിന്ദുക്കൾക്ക് ഒരെണ്ണത്തിന് പോലും യോഗിജിനോടും മോദിജിനോടും മറ്റ് ജീമാരോടൊക്കെയുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നത് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്ത് ഇപ്പം മുസ്ലിങ്ങളെ കുറച്ച് കൂട്ടുപിടിച്ചിക്കുകയാണെങ്കിൽ കുറച്ച് വോട്ട് കിട്ടുന്നുള്ളതാണ്. പക്ഷെ മുസ്ലിങ്ങൾ തൊണ്ണന്മാരാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഉറപ്പുമാണ്. കാരണം എന്താണെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് അറിയില്ല വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടി വേറെ കിട്ടുന്നുള്ളത്. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടി വേറെയാണ്, കിട്ടിയിട്ടില്ലെങ്കിലും അടി വേറെയാണ്. അതിന് ഇപ്പം മൊഫ്തൊക്കെ ധരിച്ച് ഈ ഹിജാബൊക്കെ ധരിച്ച് പരക്കെ ധരിച്ച് നല്ല അച്ചടക്കമുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് നേരെ അവരെ കുട്ടിനെ ഒക്കത്തും വെച്ചിട്ട് നേരെ അണ്ണാക്കിൽ വാരി കൊടുക്കുകയാണ് കോലം. ആലോചിക്കണം നമ്മൾ കാലം പോയ പോക്കെ. ഏതായാലും ഇനി വരാൻ പോകുന്ന കാലം നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.